ഹായ് ഓൾ, ടുഡേ ഐ ആം വിസിറ്റിംഗ് ദ ബ്യൂട്ടിഫുൾ വേളാങ്കണ്ണി ചർച്ച്. ഇന്നത്തെ നമ്മുടെ യാത്ര വേളാങ്കണ്ണി പള്ളിയിലേക്കായിരുന്നു. വേളാങ്കണ്ണി പള്ളി എന്ന് പറയുമ്പോൾ അധികം ആൾക്കാരുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ചെന്നൈയിലുള്ള വേളാങ്കണ്ണി പള്ളിയായിരിക്കും. പക്ഷേ ഇത് അവർ ലേഡി ഓഫ് വേളാങ്കണ്ണി ചർച്ച് പൂനെയിലുള്ള കടിക്കി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സെപ്റ്റംബർ 1 to 8 ആണ് നമ്മുടെ മാതാവിന്റെ പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രസാദവും ക്യാൻഡിൽസും എല്ലാം വാങ്ങി നമുക്ക് പള്ളിക്കുള്ളിൽ കയറി കുർബാനയും പ്രയറും എല്ലാം ചെയ്യാവുന്നതാണ്. ഇവിടെ മതഭേദമില്ലാതാണ് ആൾക്കാർ ഇവിടെ വരുന്നതും. അവർക്ക് ഭയങ്കര വിശ്വാസമേറിയ ഒരു പള്ളിയും കൂടിയാണ് ഈ വേളാങ്കണ്ണി പള്ളി. അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു അകത്ത് കയറിയപ്പോൾ തന്നെ കാണാൻ പറ്റിയത്. കാരണം നമ്മൾ നോർമൽ ഡേയ്സിൽ ഇവിടെ വരുന്നത് ഭയങ്കര തിരക്കേറിയ സമയത്തായിരുന്നു. ഇന്നാണെങ്കിൽ നല്ല തിരക്ക് കുറഞ്ഞൊരു സമയവും അവിടുത്തെ തിരുമേനിയുടെ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ കുറച്ച് സമയം നമുക്ക് അവിടെ ഇരുന്ന് കേൾക്കാനും കാണാനും ഒക്കെ പറ്റി. അങ്ങനെ അതിനുശേഷം നമ്മൾ പള്ളിക്കുള്ളിലേക്ക് കടക്കാനായിട്ട് പോയപ്പോൾ നേർച്ചകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേർച്ചകൾ അവിടെ സമർപ്പിക്കാവുന്നതാണ്. കാരണം നമ്മുടെ ബോഡി പാർട്സ്, അതായത് ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ നേർച്ചകളും കാര്യങ്ങളും ഒക്കെ പറയാറില്ലേ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടും. അതായത് പാർട്സ് ആയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ട്രെയിലാക്കി അത് പ്രാർത്ഥിക്കാനായിട്ട് പള്ളിക്കുള്ളിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കാര്യങ്ങളൊക്കെ മമ്മി വാങ്ങിയതിന് ശേഷം നമ്മൾ ട്രേക്കകത്താക്കി നമ്മൾ പള്ളിക്കുള്ളിലേക്ക് കടന്നു. അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പം തന്നെ പ്രത്യേക ഒരു അന്തരീക്ഷമാണ് എനിക്ക് അതിൽ തോന്നുന്നത് കേട്ടോ. അത് നല്ല പ്രത്യേക ഫീലിങ്ങും നല്ല ശാന്തതമേറിയ ഒരു പള്ളിയും കൂടിയാണ് ഈ വേളാങ്കണ്ണി പള്ളി. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറേ സമയം പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഇരുന്നു. അപ്പോഴാണ് എനിക്കാണെങ്കിൽ കുട്ടിക്കാലത്തൊരു സംഭവം ഓർമ്മ വന്നത്. ഞാനാണ് ആദ്യമായിട്ട് നമ്മുടെ ചെന്നൈയിലുള്ള വേളാങ്കണ്ണി പള്ളിയിൽ പോകുന്നത്. ഏതാണ്ട് ഒരു 3ാം ക്ലാസ്സൊക്കെ ആയ സമയത്തായിരുന്നു. അന്ന് ട്രെയിൻ യാത്രയിൽ കൂടിയാണ് ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിൽ പോയതും. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ. അന്ന് ഞാൻ ആരോട് ചോദിച്ചു ഇതിൻ്റെ കഥകളൊക്കെ എങ്ങനെയാണ് ഈ പള്ളി ഇവിടെ വരാൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തോ ഒരു ഉത്തരം എനിക്ക് അന്ന് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, ഈ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടുതൽ നടന്നത് 16ാം നൂറ്റാണ്ടിലായിരുന്നു. അതേപോലെ ഒരു തമിഴ്നാട്ടിലെ അഹിതവാലനായ ഒരു പാൽക്കാരൻ ഒരു പാലും കൊണ്ട് അവൻ്റെ യജമാൻ്റെ പാലും കൊണ്ടൊക്കെ പോയ സമയത്താണ് ആ ഒരു മാതാവും കുഞ്ഞും കൂടി പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പാല് ചോദിക്കുന്നതും ആ പാൽ അവൻ കൊടുക്കാൻ തയ്യാറാവാത്തതും പിന്നെ അവൻ ആലോചിച്ചപ്പോൾ അത് കൊടുത്തേക്കാന്ന് വിചാരിച്ച് കൊടുത്തതും പിന്നെ അതിന് ശേഷം യജമാനൻ അവിടെ ചെന്നപ്പോൾ അവന് വഴക്കു പറയുന്നുള്ളൊരു ഫീലിംഗ് കൊണ്ട് അവൻ പാൽക്കൊട്ട തുറന്നു നോക്കിയപ്പോൾ നിറയെ പാല് കണ്ടതും അവന് ഭയങ്കര അത്ഭുതമായതും പിന്നെ യജമാനെ വിളിച്ചുകൊണ്ട് വന്ന് ആ സ്ഥലം കാണിച്ചതും അങ്ങനത്തെ കുറേ കഥകളൊക്കെ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. ആരെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ക്യാൻഡിൽസും പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഈ ക്യാൻഡിൽസ് ഒക്കെ